ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. എൻ്റെ മുന്നിലിരിക്കുന്ന സാധനം കണ്ടാൽ മനസ്സിലാവും എന്താണ് പരിപാടി എന്നുള്ളത്. ഒരു 5-8 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഗ്രാഫ്റ്റഡ് അഡിഗ്നത്തിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 637 പേരും കണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അഡിനിയം കട്ടിങ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു, ഇതുവരെയും ഞാൻ കട്ടിങ്സ് അയക്കാത്തതിന് കാരണം കുറേ ബുദ്ധിമുട്ടാണ്, എങ്ങനെ സേഫായിട്ട് എത്തും എനിക്കല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ കുറേ കട്ടിങ്സ് നിങ്ങൾക്ക് അയക്കേണ്ട പരിപാടിയിലാണ്. ഇത് ഇത്രയും കട്ടിങ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ അഡീനിയം ചെടികളിൽ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള 45 ചെടികളാണ് പ്രൂൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ഇരിപ്പുണ്ട്, കുറച്ചും കൂടെ ഉള്ളൂ ഇനി. അപ്പോൾ എന്തായാലും ഇതിൽ നാടൻ കട്ടിങ്സ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. നാടനെ മാറ്റി വെച്ചിട്ട് ക്രാഫ്റ്റഡ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നത് 10-15 പേർക്ക് തരാൻ ഉണ്ടാവുമെന്നാണ്. പക്ഷേ കട്ടിങ്സ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 35 പേർക്ക് കൊടുക്കാനുള്ള കട്ടിങ്സ് ഉണ്ട് കേട്ടോ. എത്ര വീതം എന്ന് ചോദിച്ചാൽ അതും ഞാൻ ആ വീഡിയോയിൽ ഇപ്പോൾ 4-5 എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ തന്നെയാണ്. 5 കട്ടിങ്സ്, ഏറ്റവും കുറഞ്ഞ 5 കട്ടിങ്സ് എല്ലാവർക്കും വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ 6, 7, 8 ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ചിലത് എനിക്ക് തോന്നുന്നത് വളരെ ചെറിയ ബ്രാഞ്ചസ് വന്ന സമയത്ത് ഞാൻ കുറച്ച് കട്ടിങ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 637 പേര് കമൻറ്റ് ചെയ്ത് നിന്ന് ശരിക്കും ലക്കി ഡ്രോ വഴിയാണ് ഈ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് വലിയ സാധനമായിട്ടൊന്നുമല്ല, വേറെ മാർഗ്ഗമില്ല എന്നിട്ടാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകണേ, ഇതിൽ നിന്ന് 25 പേരെ കമൻറ്റ് പിക്കർ എന്നൊരു ആപ്പ് വഴി സെലക്ട് ചെയ്യാൻ പോവാണ്. അല്ല, ഇത് എഴുതിയിട്ട് നറുക്കെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കൾ പറഞ്ഞെന്ന പരിപാടിയാണ്, മോനിങ്ങോട്ട് വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു 10 പേര് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് അഡീനത്തിൻ്റെ സീഡ്സ് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീഡ്സ് കഴിഞ്ഞതിന് ശേഷവും കുറേ പേര് അതിൻ്റെ കവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുടെ കവർ ഇരിപ്പുണ്ട്. ഞാൻ അതിൽ കുറച്ച് പേർക്കും കൂടെ ഈ കട്ടിങ്സ് അയച്ചു കൊടുക്കേണ്ട പരിപാടിയാണ്. കാരണം സീഡ്സിന് എപ്പോൾ ഉണ്ടാവുമെന്നും ഒന്നും അറിയാൻ പറ്റില്ല. അവരിങ്ങോട്ട് എന്തായാലും പൈസയൊക്കെ ചിലവാക്കി കവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരുന്ന കേട്ടോ. ഞാൻ എക്സ്പെൻസ് ഒന്നും മേടിക്കുന്നില്ല. കാരണം ഇത് എത്രമാത്രം സേഫായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും, ഇതുകൊണ്ട് എന്തായാലും ഗുണമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഗുണമുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഇത് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാധാ മണ്ണിൽ കുത്തിവെച്ച് മുളപ്പിക്കാനോ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മണ്ണിൽ കുത്തിവെച്ച് മുളപ്പിക്കുന്നതെന്ന് കാണിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അറിയാത്തവർ അത് നോക്കി ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇന്നലെയാണ് കട്ടിങ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇപ്പം ഓക്കെയാണ്. ഇതേ കണ്ടോ, ശരിക്കും കട്ടിങ്സ് എടുത്ത ഉടനെ നടാൻ പാടില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. കണ്ടോ, ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭാഗം ഒരു കറുത്ത നിറം വന്നിട്ടുണ്ട്. ഈ കറുത്ത നിറം വന്നാൽ മാത്രമേ കട്ടിങ്സ് നടാൻ പാടുള്ളൂ കേട്ടോ. അത്രയും നമ്മൾ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് അപ്പം തന്നെ നടുകയാണെങ്കിൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ വേറെന്നുള്ളത്, ഈ കട്ടിങ്സ് കുറേ ഒരു 6, 7, 8 ദിവസം ഇരുന്നാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നട്ടു കൊടുത്താൽ മതി, ശരിക്കും എല്ലാം മുളച്ചു വരും. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു അഡീനത്തിൻ്റെ 2 ബ്രാഞ്ച് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചായിരുന്നു. എവിടെ ഇരിപ്പുണ്ട് കണ്ടോ, ഈ 2 കട്ടിങ്സും കണ്ടോ, ഇതിൻ്റെ ചോട് കണ്ടോ, ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു മാസമായ കട്ടിങ് കേട്ടോ. ഒരു മാസമായിട്ട് ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇതിന് നട്ടാലും മുളയ്ക്കും എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ധൈര്യമായിട്ട് നടാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിൽ കുറച്ച് എല്ലാം ഞാൻ കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. 5, 6, 4 ഒക്കെ വെച്ച് ഇങ്ങനെ കെട്ടുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. എങ്ങനെ സെലക്ട് ചെയ്തതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അഡീനിയം ചെടികൾ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞിരിക്കുക. അത് അങ്ങ് അറ്റം മുതൽ നോക്കിക്കേ. എല്ലാത്തിൻ്റെയും ചോട്ടിൽ നോക്കുകയാണെങ്കിൽ കുറേ കട്ടിങ്സ് കാണാൻ പറ്റും കണ്ടോ. എല്ലാത്തിൻ്റെയും ചോട്ടിൽ നോക്കിയേ. അപ്പോൾ ഈ കട്ടിങ്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി കേട്ടോ. ചിലതിൽ കുറേ അധികം കട്ടിങ്സ് ഉണ്ട്, ചിലതിൽ വളരെ കുറച്ചേ ഉള്ളൂ കണ്ടോ. അപ്പോൾ എന്തായാലും വളരെ ചെറിയ കട്ടിങ്സാണ്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത്രയും ഒരു 45 എണ്ണം ഞാൻ അത്രയും ഹൈബ്രിഡ് വെറൈറ്റീസ് മാത്രമേ പ്രൂൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ. 1-2 നാടനും പിന്നെ കുറച്ച് ചെറിയ ചെടികൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കട്ടിങ്സ് 2, 3, 4 നോക്കട്ടെ എങ്ങനെ അയക്കാൻ പറ്റുകയെന്ന്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരേണ്ട പ്ലാനാണ്. ചെടികൾ പരസ്പരം മാറിപ്പോകാതിരിക്കാനും അല്ലെങ്കിൽ റിപ്പീറ്റ് ആവാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഓരോന്നിനും ചവിട്ടി തന്നെ കട്ടിങ്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ പ്രൂണിങ്ങിനെ കുറിച്ചും അതിൻ്റെ ആഫ്റ്റർ കെയറിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ എൻ്റെ ചെടികളെ ഹാർഡ് പ്രൂണിങ് അല്ല ചെയ്തിരിക്കുന്നത്, സോഫ്റ്റ് പ്രൂണിങ്ങാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ചെടികൾ കുറച്ചും കൂടെ വലിപ്പം വെക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ സോഫ്റ്റ് പ്രൂണിങ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ടിങ്സ് ചിലതൊക്കെ നല്ല നീളമുണ്ടെങ്കിലും ചിലത് വളരെ ചെറിയ കട്ടിങ്സ് ആണ് കണ്ടോ. ഇങ്ങനെയൊക്കെ പല ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ ചെറിയ കട്ടിങ്സ് കിട്ടിയവർ ഇനി വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നത് മുളച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ ഈ ചെറിയ കട്ടിങ്സിനാണ്. അതിലും കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ കളയണ്ട, കിട്ടുന്നതെല്ലാം നട്ടു നോക്കൂ. ചിലപ്പോൾ 5, 6 എണ്ണത്തിൽ 1, 2 പോയാലും ബാക്കിയൊക്കെ പിടിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക് ഇത് കളക്ട് ചെയ്യുക. ഓക്കെ, കുഴപ്പമില്ല. ഇതിന് അയക്കുക എന്നത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അത് സേഫായിട്ട് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിതിനെ ഒരു പേപ്പർ കൊണ്ട് പൊതിഞ്ഞതിന് ശേഷം ഈ കവർ കണ്ടോ, ക്ലോത്ത് കവറാണ്. ഇങ്ങനത്തെ കവറുകളിലാക്കിയിട്ട് അയച്ചു തരേണ്ട പരിപാടിയാണ്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് അവേ ലക്കി ഡ്രോയിലേക്ക് കിടക്കാം. മോൻ വന്നിട്ട് കമൻറ്റ് പിക്കർ വെച്ചിട്ട് സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ മോനാണേ. മോൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ 638 കമൻസ് ഉണ്ടെന്നാണ് മോൻ പറഞ്ഞത് കേട്ടോ.
യെസ്. അപ്പോൾ ഞാനാദ്യം പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് 15 വരെയുള്ള കമൻറ്റ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നതാണ്. ഇന്നിപ്പം ഓഗസ്റ്റ് 17 നൈറ്റാണ്. ഇതുവരെ കമൻറ്റ് ഇതെല്ലാവരും കൺസിഡർ ചെയ്തിട്ടുണ്ട്, കാരണം ഇത് നമ്പർ കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഒന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, 25 പേരെയാണ് ഈ കമൻറ്റ് പിക്കർ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. യെസ്, ഒന്നാമത്തെ ആരാമനെ സീന തക് 8401. സീനത്ത് AK ആയിരിക്കും ചിലപ്പോൾ. സീനത്ത് AK ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. അടുത്ത ആള് പ്രസന്ന ശ്രീവത്സം. മാഡത്തിന് എനിക്ക് വേണമെങ്കിൽ ഞാൻ അടീനിയം ചെടി അയച്ചു കൊടുത്തിട്ടുണ്ടെന്നു അല്ലേ? കുമാരി ശീല കേട്ടോ. സൽമ റഷീദ്. ഇത് മുമ്പ് എൻ്റെ അടുത്ത് ഗിഫ്റ്റ് വാങ്ങിയ ആളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗിഫ്റ്റ് വാങ്ങിയവർക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുക. യെസ്. അഞ്ചാമത്തെ ആള് ഹന്നൂസ് വേൾഡ്. ഹന്നു HA ഹന്നൂസ് വേൾഡ് കേട്ടോ. റേഷ്ന ആർ. റേഷ്നയാണോ രേഷ്മയാണോ? റേഷ്ന ആർ കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ പറയാം, ഇതിൽ കുറേ പേര് എനിക്ക് വൈറ്റ് കിട്ടിയാൽ നന്നായിരുന്നു, യെല്ലോ കിട്ടിയാൽ നന്നായിരുന്നു ഒക്കെ പറഞ്ഞു. ഇതിലൊരു രക്ഷയില്ല. ഏതാ വൈറ്റ് ഏത് യെല്ലോ എന്ന് എനിക്കറിയില്ല. എല്ലാം ഹൈബ്രിഡ് ആണ്, എല്ലാം മൾട്ടിപെറ്റൽസ് ആണ്. ഇനി സിംഗിൾ പെറ്റൽ ഹൈബ്രിഡും ഉണ്ടാവും കേട്ടോ. നാടൻ എന്തായാലും ഇതില്ല. പ്രഭ പവിത്രൻ. നസ്രത്ത് M. നുസ്രത്ത് എന്നാണ് കാണുന്നത്. NUSRATH. നുസ്രത്ത് M. റഷീദ് പാറക്കൽ. ഓക്കെ, 10th വിന്നർ. രാശി ഫർഹ. RRR വ്ളോഗ്സ്. മോളി കാറ്റലോഗ്. ഇതൊന്നും ശരിക്കുള്ള പേരായിരിക്കില്ല. എന്തായാലും ഇതിൻ്റെ ആളുകൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് തന്നെ. ചാരൂസ്. റീന സേവ്യർ. ഷിജു ആന്റണി. റഷീദ്. മിലോ ജോജു കേട്ടോ. 19th ആണ് എടുത്തത്. സുഷമ കെ. ലിജ CR കേട്ടോ. ടെരേസാമ്മ ആന്റണി. ടെരേസാമ്മ ആന്റണി കേട്ടോ. വഹീദ റഹീം. 23. ധന്യ കെ കേട്ടോ. രമ്യ പ്രജിത്ത്. 25th. മലയാളി ഗാർഡനർ. ഒരെണ്ണം കൂടെ നമുക്ക് എടുത്ത് വെക്കാം. 1-2 എടുത്ത് വെക്കാം. ഇൻ കേസ് സമയത്തിന് ആരെങ്കിലും അയച്ചില്ലെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ. ഇനി വരുന്ന വെയിറ്റിംഗ് ലിസ്റ്റാണ് കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല എങ്കിൽ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് ഞാൻ പരിഗണിക്കും, കാരണം കുറച്ചും കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പം ഇതിൽ ആരെങ്കിലുമൊക്കെ അയക്കാതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അയച്ചു തരാം, അല്ലെങ്കിൽ പിന്നെ തരാം കേട്ടോ. ഇനി വരുന്നവർ ഈ 25th കഴിഞ്ഞിട്ട് വരുന്നവർ. ശോഭ ഗോപിനാഥ് പിള്ളൈ. യെസ് മാഡം, ഇന്ന് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. സുനി ബഷീർ. പറഞ്ഞ കൂടെ നമുക്ക്. അനൂപ് വി കെ. അനൂപിനെ എനിക്കറിയാം, കുറേ അടീനുള്ള ആളല്ലേ. മതിയല്ലേ? അല്ല വേണ്ട, ഒരു 3 വെക്കാം നമുക്ക്. വേണമെങ്കിൽ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ വരികയാണെങ്കിൽ. 29th പറയാം. ഫുട്ബോൾ ഷോർട്സ് സ്റ്റാറ്റസ്. സിബി അനാസ്. അപ്പോൾ ഞാൻ 30 പേരുടെ പേരെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, 25 കഴിഞ്ഞ് ബാക്കി വരുന്ന 5 പേരും വെയിറ്റിംഗ് ലിസ്റ്റാണ്.
ഇതിൽ ആരെങ്കിലും ഒക്കെ അയക്കാതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാരണം ഒത്തിരി ആൾ വെച്ചിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇതിൻ്റെ ഒപ്പം അഡ്രസ്സ് അയച്ചോളൂ. അതല്ല നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല എങ്കിൽ ഞാനത് മാറ്റി വെച്ചിട്ട് അടുത്ത് പ്രൂൺ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് തരുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ചെടികൾ പ്രൂൺ ചെയ്യാൻ ബാക്കിയുണ്ട്. എന്തായാലും ഞാൻ ഈ വിജയികളുടെ ലിസ്റ്റ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കാം. സംശയമുള്ളവർ ക്ലിയർ ചെയ്യുക. ഒരേ പേരുള്ള 2-3 കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ശരിക്കും നോക്കിയിട്ട് അയക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും വിന്നേഴ്സിനെല്ലാം കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടി വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല അത്, എന്നാലും എന്നെ കൊണ്ടാവുന്ന ഒരു ഗിഫ്റ്റ്. എനിക്കും ഇതിൽ കുറച്ച് എക്സ്പെൻസ് ഒക്കെ ഉണ്ട്, സാരമില്ല, സന്തോഷത്തോടെ തന്നെ തരണം കേട്ടോ. അപ്പോൾ വിന്നേഴ്സ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സും വിത്ത് പോസ്റ്റ് ഓഫീസ് ഫോൺ നമ്പറും എല്ലാം ചേർത്ത് എനിക്ക് അയച്ചു തരിക. എത്രയും പെട്ടെന്ന് വേണം കേട്ടോ, കാരണം കുറച്ചിരുന്ന് ചീത്തയെ പോകും. വരുന്ന മുറയ്ക്ക് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് അയച്ചു തരാമല്ലോ. അപ്പം താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. കിട്ടാത്തവർക്ക് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 100 പേർക്ക് ഓൾറെഡി ഞാൻ അടീനിയം പല രീതിയിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും, പ്ലസ് ഇതും കൂടെ. അപ്പം എല്ലായിടത്തും അടീനിയം എത്തിച്ചേരട്ടെ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.